കാസർഗോഡ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് യുവാവ് മരിച്ചു. ചട്ടഞ്ചാൽ സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. വിശദാംശങ്ങളുമായി ജോസഫ് ചേരുന്നു. ജോസഫ്, കാസർഗോഡ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് യുവാവ് മരിച്ചിരിക്കുകയാണ്. എന്തെല്ലാമാണ് വിവരങ്ങൾ? അനുപ്രിയ, കാസർഗോഡ് ഉക്രമ്പാടി സ്വദേശി മണികണ്ഠൻ 33 വയസ്സ് പ്രായമുള്ള യുവാവാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചാണ് മരണമെന്നാണ് ഇപ്പോൾ പരിശോധനാ ഫലം വ്യക്തമാക്കുന്നത്. ഇയാൾ 2 ആഴ്ചയോളമായി കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇയാൾ മുംബൈയിൽ നിന്ന് വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുകയായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ഇയാൾ മുംബൈയിലെ ഒരു കടയിൽ ജീവനക്കാരനായിരുന്നു. ഇദ്ദേഹത്തിന്റെ സഹോദരനൊപ്പമായിരുന്നു ഇയാൾ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് പനി കലശലായതിനെ തുടർന്ന് ഈ കാസർഗോഡേക്ക് എത്തിച്ചേരുകയായിരുന്നു. അദ്ദേഹം നേരെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പോയി ചികിത്സ തേടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ഇത്തരത്തിൽ പനി കുറയാത്തതിനെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിലും പിന്നീട് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലായിരുന്നു. അതിനുശേഷമാണ് നടത്തിയ പരിശോധനയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്ന് തിരിച്ചറിഞ്ഞത്. എന്തായാലും അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഉറവിടം കണ്ടെത്താനാവാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡുമായി ബന്ധപ്പെട്ട് ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം അദ്ദേഹം മുംബൈയിൽ നിന്ന് നേരെ ആശുപത്രിയിലേക്ക് വന്ന് അഡ്മിറ്റ് ആകുകയായിരുന്നു എന്നാണ് ആദ്യഘട്ടം ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുംബൈ കേന്ദ്രീകരിച്ചായിരിക്കും ഇതിന്റെ പ്രഭവ കേന്ദ്രം എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ജാഗ്രതയോടെ തന്നെയാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയുള്ളത്. മറ്റ് വിശദാംശങ്ങളൊന്നും ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഈ മറ്റ് നടപടികൾക്ക് ശേഷം ഈ മൃതദേഹം ബന്ധുക്കൾക്ക് ജോസഫ്, ഈ രോഗത്തിന്റെ ഉറവിടം എന്താണെന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ലഭ്യമാണോ? അദ്ദേഹം മുംബൈയിലെ ഒരു കടയിലെ ജീവനക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരനൊപ്പമായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പനിയെ തുടർന്ന് അദ്ദേഹം കാസർഗോഡേക്ക് എത്തിച്ചേരുകയായിരുന്നു. അദ്ദേഹം കാസർഗോഡ് എത്തി വീട്ടിൽ പോലും പോകാതെ നേരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് 2 ആഴ്ചയോളം കാസർഗോഡ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച യുവാവ് മരിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് ജോസഫ് നൽകിയത്.